രാജ്യം യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുക? യുദ്ധവിമാനങ്ങൾ പറത്തുമോ അതോ അവയെ ജീവനോടെ നിലനിർത്തുന്ന ജീവരേഖ ആദ്യം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമോ? പശ്ചിമേഷ്യയിൽ അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തേതാണ്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ നിന്ന് അത്യന്തം നിർണായകമായ KC-135 വ്യോമ ഇന്ധന ടാങ്കർ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അമേരിക്കയ്ക്ക് ഇറാന്റെ തിരിച്ചടിയെക്കുറിച്ചുള്ള ഭയം എത്രത്തോളം ഉണ്ടെന്ന ചർച്ചയാണ് ലോകമെമ്പാടും ഉയരുന്നത്. ഇത് വെറും സൈനിക പുനഃക്രമീകരണമോ അതോ പശ്ചിമേഷ്യയെ വിഴുങ്ങിയേക്കാവുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ മുന്നൊരുക്കമാണോ? ദേശീയ മാധ്യമമായ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എല്ലാ പ്രധാന വ്യോമ സൈനിക പ്രവർത്തനങ്ങളുടെയും നാഡീകേന്ദ്രമാണ് ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം. US സെൻട്രൽ കമാൻഡിന്റെ പ്രധാന താവളമായ ഇവിടെ നിന്ന് ഇറാഖ്, സിറിയ, ഗൾഫ് മേഖല, ചെങ്കടൽ, അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്ന വിശാല പ്രദേശങ്ങളിലെ സൈനിക ദൗത്യങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്നു. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും സഹായ വിമാനങ്ങളും ഇവിടെ വിന്യസിച്ചിട്ടുള്ളതിനാൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ് അൽ ഉദൈദ്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായതോടെ ഈ താവളത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു. ഇറാൻ നിരവധി തവണ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു പുറമെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളും സജീവമായതോടെ അമേരിക്ക തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമായി. ഈ പശ്ചാത്തലത്തിലാണ് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ അൽ ഉദൈദിൽ നിന്ന് തെക്കൻ ഇസ്രായേലിലെ ഓഫ് ദ എയർബേസിലേക്കും മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളും പ്രകാരം നിരവധി വ്യോമ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഇതിനകം ഖത്തർ വിട്ടിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് 60-ലധികം അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ ഇസ്രായേലിൽ എത്തിയതായും അവയിൽ ഗണ്യമായ എണ്ണം ബെൻഗുരിയോൺ വിമാനത്താവളത്തിലും സമീപ സൈനിക കേന്ദ്രങ്ങളിലുമാണ് എത്തിയിരിക്കുന്നതെന്നും വ്യക്തമാകുന്നു. ഈ KC-135 സ്ട്രാറ്റോ ടാങ്കറുകൾ സാധാരണ ചരക്ക് വിമാനങ്ങളല്ല. അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും നിർണായകമായ യുദ്ധസഹായ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇവ. യുദ്ധവിമാനങ്ങൾക്കും ബോംബറുകൾക്കും ആകാശത്ത് തന്നെ ഇന്ധനം നിറച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അധിക ദൂരം സഞ്ചരിക്കാനും മണിക്കൂറുകളോളം ദൗത്യം തുടരാനും ഇവ സഹായിക്കുന്നു. ഈ വിമാനങ്ങളില്ലാതെ ദീർഘദൂര വ്യോമാക്രമണങ്ങൾ ഫലപ്രദമായി നടത്തുക വളരെ പ്രയാസകരമാണ്. അതിനാൽ തന്നെ ഇവയെ സംരക്ഷിക്കുന്നത് അമേരിക്കയുടെ യുദ്ധസജ്ജതയുടെ പ്രധാന ഘടകമാണ്. സൈനിക വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഈ വിമാനങ്ങൾ മാറ്റാനുള്ള തീരുമാനം രണ്ട് പ്രധാന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്നാമത്തേത് ഇറാന്റെ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണ സാധ്യതയുള്ള ഖത്തറിലെ താവളങ്ങളിൽ നിന്ന് ഈ നിർണായക ആസ്തികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. രണ്ടാമത്തേത് സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ ഇസ്രായേലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി നടക്കുന്ന സൈനിക പ്രവർത്തനങ്ങൾക്ക് വേഗത്തിൽ പിന്തുണ നൽകാൻ കഴിയുന്ന സ്ഥലത്ത് അവയെ വിന്യസിക്കുക. അമേരിക്ക ഈ വർഷം അൽ ഉദൈദിൽ നിന്ന് വിമാനങ്ങൾ മാറ്റുന്നത് ഇതാദ്യമല്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. നേരത്തെയും സമാന സാഹചര്യത്തിൽ താൽക്കാലികമായ ചില വിമാനങ്ങൾ മാറ്റിയിരുന്നു. ഇപ്പോഴത്തെ രണ്ടാം ഘട്ട നീക്കം ഇറാന്റെ ആക്രമണശേഷിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്ക വർദ്ധിച്ചതിന്റെ സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിടാനുള്ള ഇറാന്റെ ശേഷി കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുമ്പും അൽ ഉദൈദ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചതായി അവകാശപ്പെട്ടിട്ടുണ്ട്. 2025-ൽ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ തുടർന്ന് ഈ താവളത്തിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരുന്നു. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, ഗൾഫ് മേഖലയിലെ എണ്ണവാതക അടിസ്ഥാന സൗകര്യങ്ങളും തുറമുഖങ്ങളും വ്യോമതാവളങ്ങളും ഇറാന്റെ സാധ്യതാ ലക്ഷ്യങ്ങളുടെ പട്ടികയിലുണ്ടെന്നാണ് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇസ്രായേലിലേക്ക് ടാങ്കർ വിമാനങ്ങൾ എത്തിച്ചതോടെ അമേരിക്ക യുദ്ധത്തിന് ഒരുങ്ങുകയാണെന്ന ചർച്ചകളും ശക്തമായിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി അമേരിക്ക ഇത്തരമൊരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. സൈനിക വൃത്തങ്ങൾ പറയുന്നത് മേഖലയിലെ സുരക്ഷാ സാഹചര്യം വഷളായാൽ അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരാൻ ആവശ്യമായ മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഈ വിന്യാസമെന്നാണ്. അതേസമയം അമേരിക്കൻ സൈനിക നീക്കങ്ങളെ ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. അമേരിക്ക കൂടുതൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചാൽ പ്രാദേശിക അമേരിക്കൻ താവളങ്ങൾക്കും സഖ്യരാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ വ്യാപിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിലും ഉയർന്നിരിക്കുകയാണ്. യുദ്ധ സാഹചര്യങ്ങളിൽ മുന്നണികളിൽ പോരാടുന്ന യുദ്ധവിമാനങ്ങളെക്കാൾ നിർണായകമാണ് അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സഹായ സംവിധാനങ്ങൾ. അതുകൊണ്ട് തന്നെ KC-135 പോലുള്ള വ്യോമ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റിയ അമേരിക്കയുടെ തീരുമാനം ഒരു സാധാരണ സൈനിക വിന്യാസമല്ലെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാനുമായുള്ള സംഘർഷം ഏത് നിമിഷവും കൂടുതൽ രൂക്ഷമായേക്കാമെന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്ക തങ്ങളുടെ പ്രാദേശിക സൈനിക തന്ത്രങ്ങൾ പുനഃക്രമീകരിക്കുന്നതെന്നാണ് അവരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ ഓരോ സൈനിക നീക്കവും ഇന്ന് ലോക സമ്പദ് വ്യവസ്ഥയും എണ്ണ വിപണിയെയും ആഗോള സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഖത്തറിൽ നിന്ന് ഇസ്രായേലിലേക്ക് അമേരിക്ക നടത്തിയ ഈ വിമാനമാറ്റം
ഒരു തന്ത്രപരമായ പ്രതിരോധ നടപടിയായി മാത്രമോ അതോ വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ തുടക്കമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളാണ് നൽകുക. ഒരു സൈനിക താവളത്തിൽ നിന്ന് ഏതാനും വിമാനങ്ങൾ മാറിയത് സാധാരണ വാർത്തയായിരിക്കാം. പക്ഷേ ആ വിമാനങ്ങൾ അമേരിക്കയുടെ യുദ്ധശേഷിയുടെ ജീവൻ നാടികളാണെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നാണ്. പശ്ചിമേഷ്യയിൽ ഇനി നടക്കുന്നത് വെറും സൈനിക വിന്യാസമോ അതോ ചരിത്രം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ കൗണ്ട് ഡൗൺ ആണോ? വരും ദിവസങ്ങളിലെ ഓരോ നീക്കവും ലോകം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.